മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ യു.കെ.ജി. വിദ്യാർത്ഥിനിയുടെ അരപ്പവൻ സ്വർണ്ണവള കവർന്ന സംഭവം കേവലം ഒരു മോഷണക്കേസ് എന്നതിലുപരി കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമുള്ള ഗൗരവമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. നിസ്സഹായരായ കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തി ആഭരണം തട്ടിയെടുക്കാൻ ധൈര്യം കാണിച്ച പ്രതിയെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു ചെറിയ തുമ്പിന്റെ സഹായത്തോടെ കൊണ്ടോട്ടി പോലീസ് പിടികൂടിയതിന്റെ വിവരങ്ങൾ ശാസ്ത്രീയ അന്വേഷണത്തിന് പ്രാധാന്യം വിളിച്ചോതുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് സൈത്തലവിയുടെ മകളായ യു.കെ.ജി. വിദ്യാർത്ഥിനി ക്രൂരമായ കവർച്ചയ്ക്ക് ഇരയായത്. സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോവുകയായിരുന്ന കുട്ടികളെ ലക്ഷ്യമിട്ടായിരുന്നു പ്രതിയുടെ നീക്കം. വഴിക്ക് കുറുകെയുള്ള വാഴത്തോട്ടത്തിലൂടെയാണ് പ്രതി കുട്ടികളുടെ മുന്നിലേക്ക് എത്തിയത്. മുഖം തുണി കൊണ്ട് മറച്ചെത്തിയ പ്രതി കുട്ടികളെ ഭയപ്പെടുത്തി. ഒരു യു.കെ.ജി. വിദ്യാർത്ഥിനിയുടെ കൈത്തണ്ടയിൽ നിന്ന് അരപ്പവൻ സ്വർണ്ണവള ബലമായി ഊരിയെടുക്കുകയായിരുന്നു. സ്കൂൾ ബസ്സിൽ പതിവായി പോകുന്ന കുട്ടികൾ ആഭരണങ്ങൾ ധരിക്കുന്നത് പ്രതി നേരത്തെ തന്നെ നോട്ടമിട്ടിരുന്നു. ദുർബലരും പ്രതികരിക്കാൻ കഴിയാത്തവരുമായവരെ ലക്ഷ്യമിട്ട് നടത്തിയ ആസൂത്രിതമായ നീക്കമായിരുന്നു ഇത്. കുട്ടികളുടെ നിസ്സഹായത മുതലെടുത്ത് നടത്തിയ ഈ ക്രൂരകൃത്യം പ്രദേശവാസികളിൽ വലിയ ആശങ്കയും അമർഷവും ഉണ്ടാക്കി. രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് കൊണ്ടോട്ടി പോലീസ് ഉടൻ തന്നെ കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. കൃത്യം നടന്നയുടൻ കറുത്ത ഷർട്ടും പാന്റും ധരിച്ച് മുഖം തുണി കൊണ്ട് മറച്ചയാളാണ് വള തട്ടിയെടുത്തതെന്ന കുട്ടിയുടെ മൊഴിയെ അടിസ്ഥാനമാക്കിയാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. പ്രതിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന നേരിട്ടുള്ള തെളിവുകളോ ദൃശ്യങ്ങളോ ആദ്യം ലഭ്യമല്ലായിരുന്നു. പോലീസ് സംഭവസ്ഥലത്ത് സമീപ പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ വിശദമായി തന്നെ പരിശോധിച്ചു. കറുത്ത വസ്ത്രം ധരിച്ചയാളെ കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കുട്ടികൾ ഇറങ്ങിയ ബസ് സ്റ്റോപ്പിന് മുന്നിലൂടെ വെള്ള ഷർട്ട് ധരിച്ച ഒരാൾ സാധാരണ രീതിയിൽ പോകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രതി കുട്ടികളുടെ മുന്നിലേക്ക് എടുത്തു ചാടുന്ന ഭാഗത്തെ അവ്യക്തമായ ദൃശ്യങ്ങൾ പോലീസ് ആവർത്തിച്ച് പരിശോധിച്ചു. ഈ സൂക്ഷ്മ പരിശോധനയിൽ പ്രതി ധരിച്ചിരുന്ന കറുത്ത വസ്ത്രത്തിനിടയിലെ വെള്ള നിറത്തിലുള്ള ഒരു ഭാഗം കണ്ടതാണ് അന്വേഷണത്തിൽ നിർണായകമായ തുമ്പായത്. കുറ്റം ചെയ്യാനായി പ്രതി തന്റെ വെള്ള ഷർട്ടിന് മുകളിൽ ജോലിക്ക് ഉപയോഗിക്കുന്ന കറുത്ത ടീഷർട്ട് ധരിക്കുകയായിരുന്നുവെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. വെള്ള ഷർട്ട് ധരിച്ച വ്യക്തിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഉമ്മറാണ് പ്രതിയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. തുടർന്ന് ഉമ്മറിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരൂഹമായ ഇടപാടുകളും പോലീസിന്റെ സംശയം ബലപ്പെടുത്തി. ഉമ്മറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. കാവനൂരിലെ ഒരു സ്ഥാപനത്തിലാണ് ഇയാൾ വള വിറ്റത്. മോഷ്ടിച്ച സ്വർണ്ണവളയും വിറ്റതിലൂടെ ലഭിച്ച പണവും പോലീസ് കണ്ടെടുത്തു. പ്രതി ഉമ്മറിന്റെ കുറ്റകൃത്യത്തിന് പിന്നിലെ പ്രേരക ശക്തി ലഹരിയാണെന്ന് കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടർ PM ഷമീർ സ്ഥിരീകരിച്ചു. ലഹരിക്കടിമയായ വ്യക്തികൾ പണം കണ്ടെത്താനുള്ള എളുപ്പവഴിയായി ഇത്തരം കുറ്റകൃത്യങ്ങൾ മാറുന്നത് സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന പ്രവണതയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഹരി ഉപയോഗത്തിനായുള്ള പണം കണ്ടെത്താൻ വേണ്ടി നിസ്സഹായരായ ഇരകളെ തിരഞ്ഞെടുക്കാൻ പ്രതികളെ പ്രേരിപ്പിച്ചു. ലഹരിയുടെ സ്വാധീനത്തിൽ സംഭവിക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെയും സുരക്ഷിതത്വ ബോധത്തെയും ഗുരുതരമായി ബാധിക്കും. ചെറിയൊരു തുകയ്ക്ക് വേണ്ടിയോ ലഹരിക്ക് വേണ്ടിയോ പോലും കുട്ടികളെ ഭയപ്പെടുത്തുന്നതിനോ പീഡിപ്പിക്കുന്നതിനോ മടിക്കാത്ത ഒരു വിഭാഗം സമൂഹത്തിൽ വളരുന്നു എന്നത് പൊതുസമൂഹത്തിൽ ആശങ്ക ഉയർത്തുന്നു. ഈ കേസിന്റെ വിജയം കൊണ്ടോട്ടി പോലീസിന്റെ അന്വേഷണ മികവിനുള്ള അംഗീകാരമാണ്. നേരിട്ടുള്ള തെളിവുകൾ ഇല്ലാതിരുന്ന കേസിൽ CCTV ദൃശ്യങ്ങളെ ശാസ്ത്രീയമായി സമീപിച്ചതും വെള്ള ഷർട്ട് എന്ന ചെറിയ സൂചനയെ പിന്തുടർന്നതുമാണ് പ്രതിയെ കുടുക്കാൻ സഹായിച്ചത്. ആധുനിക കാലത്ത് CCTV ദൃശ്യങ്ങൾ പോലുള്ള സാങ്കേതിക തെളിവുകൾ ക്രിമിനൽ കേസുകളിൽ പ്രതികളെ കണ്ടെത്താൻ അത്യന്താപേക്ഷിതമാണ്. അവ്യക്തമായ ദൃശ്യങ്ങളെ പോലും കൃത്യമായി അപഗ്രഥിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുകയും ചെയ്തു. കുട്ടികളെ ലക്ഷ്യമിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ അതിവേഗം പ്രതിയെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് നിയമവ്യവസ്ഥയിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. യു.കെ.ജി. വിദ്യാർത്ഥിനിയുടെ സ്വർണ്ണവള മോഷണം നമ്മുടെ കുട്ടികൾക്ക് വീടിനടുത്തുള്ള പൊതുവഴികളിൽ പോലും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ലഹരി ഉപയോഗം സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതും അടിയന്തര ആവശ്യമാണ്. അതോടൊപ്പം പൊതുവിടങ്ങളിലെ CCTV നിരീക്ഷണം ശക്തമാക്കുകയും കുട്ടികളെ ലക്ഷ്യമിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ സമൂഹം ജാഗ്രത പാലിക്കുകയും വേണം. പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന കൊണ്ടോട്ടി പോലീസിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സാമൂഹിക പ്രതിരോധം രൂപപ്പെടുത്തേണ്ടതുണ്ട്.